വരുത്തി. എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. പുരുഷന്മാരെ നിങ്ങൾ എത്രത്തോളം എന്റെ മാനത്തെ നിന്നയാക്കി മായിച്ചു വ്യാജത്തെ അന്വേഷിക്കും. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിയുവിൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ചു മൗനമായിരിപ്പീൻ. നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ, യഹോവയിൽ ആശ്രയം വെപ്പീൻ. നമുക്ക് ആര് നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ദൈവമേ, സ്തുതി എനിക്ക് യോഗ്യമാകുന്നു. പാറയ്ക്കുമോ നോക്കണമെൻ ദുരിതം നാഥ, പലതര ദോഷം ഞാൻ ചെയ്തു കോപിപ്പിച്ചു. നോക്കണമെൻ ദുരിതം നാഥ, പലതര ദോഷം ഞാൻ ചെയ്തു കോപിപ്പിച്ചു. ശരണമെനിക്കില്ല വൈദ്യന്മാർ പക്കൽ ഞാൻ പോയി. അവരൗഷധമെല്ലാം ചെയ്തിട്ടില്ലൊരു ഗുണവും. എൻ വൃണമോ കഠിനം. നൽവൈദ്യാ, നിന്നെയും നിൻ ഔഷധ ഗുണവും ഞാൻ കേട്ടു നിങ്കിൽ വരുന്നു. സുഖമേൽക്കും നൂനം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ഞങ്ങൾ ഞങ്ങളെ തന്നെ സ്നേഹിക്കുന്നതിലുപരിയായി ഞങ്ങളെ സ്നേഹിക്കുകയും വാത്സല്യിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പിതപുത്ര പരിശുദ്ധ റൂഹാം ത്രിയേക ദൈവമേ, അങ്ങേക്ക് സ്തുതി, സ്തോത്രം. ഈ ദിവസത്തിന്റെ അധ്വാനങ്ങളിൽ ഞങ്ങളുടെ ശരീരം വിരമിക്കുകയും ലൗകികമായ ചിന്തകൾ ഞങ്ങളുടെ മനസ്സ് പിൻവാങ്ങുകയും ചെയ്തുകൊണ്ട് ശാന്തമായ തിരസ്നന്നതയിൽ നിലകൊണ്ട് നാഥാ, നിന്നെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും ലഭിച്ചിരിക്കുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകളും കുറവുകളും അടിയങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ നല്ല ദൈവമേ, നിന്റെ പക്കൽ ഞങ്ങൾ അല്പനേരമായിരിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നിന്നെ സ്തുതിപ്പാനും തിരുവചനത്തിൽ നിന്ന് വായിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെയും ഇടയാകുമ്പോൾ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ നീ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ഉൾക്കാതുകളെ നീ തുറക്കുകയും നീ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഏറെ അനുഭവങ്ങളെ നൽകിക്കൊള്ളണമേ. കർത്താവ്, ഈ ലോകത്തെ ഞങ്ങൾ പരിപൂർണമായി വെറുത്ത് നിന്നെ പൂർണ്ണമായിട്ട് സമ്പാദിക്കുവാനും നീ സ്നേഹിക്കുവാനും നിന്റെ പിന്നാലെ വരുന്നവരായി തീരുവാൻ ഇടയാക്കണമേ. അങ്ങേ പൂർണ്ണമായി അനുഗമിക്കുവാൻ തന്നെത്താൻ ത്യജിച്ച് കുരിശുമെടുത്തുകൊണ്ട് ഈ ലോകത്തിന്റെ കഷ്ടതകളും വേദനകളും രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ ഞങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ കർത്താവ്, അങ്ങയിൽ പൂർണ്ണമായിട്ട് ആശ്രയം വെക്കുവാനും അഭയപ്പെടുവാനും ഏവരെയും സഹായിക്കണമേ. പ്രത്യേകിച്ച് രോഗത്തിലിരിക്കുന്നവരെ നീ സൗഖ്യപ്പെടുത്തണമേ. നിന്റെ പരിശുദ്ധ ശുശ്രൂഷയിൽ നീ ദർശിക്കുകയും നീ സ്പർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവർ സൗഖ്യപ്പെട്ടു. അങ്ങയുടെ അത്ഭുതങ്ങളും ഇന്നും പ്രവർത്തിക്കുന്നു. അവിടുത്തെ ശക്തി വലുതാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. ആയതിനാൽ കർത്താവേ, പല രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നിന്റെ മുൻപാകെ യാചിക്കുന്നവരെ നീ ഉപേക്ഷിക്കല്ലേ, നിരസിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടിയതായിട്ടുള്ള നല്ല കാര്യങ്ങളെ നീ നൽകണമേ. ജീവിതത്തിൽ വേണ്ടാത്തത് മാറ്റണമേ. നിന്നിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. പൂർണ്ണ സ്നേഹവും ഐക്യവും ഞങ്ങളിൽ വസിക്കണമേ. ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ വാഴ്ത്തണമേ. ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും എല്ലാ ഇടവകയിലെ അംഗങ്ങളെ എല്ലാവരെയും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നാഥാ, നിന്നിൽ ഞങ്ങൾക്കുള്ളിൽ ലഭിച്ചിരിക്കുന്ന പ്രകാശം അന്ധകാരപ്പെടാതെ പിന്നെയോ ആ പ്രകാശം കൂടുതൽ നിന്നിൽ നിന്ന് പ്രകാശിതമായി തീരത്തക്കോണം സംഗതിയാക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോരും ഞങ്ങളുടെ പറുദീസയിൽ കാക്കണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും എന്നാളും സമർപ്പിക്കുവാൻ തന്നെ. ആമേൻ. തുടർന്നുള്ള പ്രാർത്ഥനയുടെ ക്രമീകരണങ്ങൾ സെക്രട്ടറി അറിയിക്കും. താങ്ക് യു അച്ഛൻ.
Good evening and welcome everyone to our MMS prayer for this month. We will first have a devotional song by Binny Joseph. നാഥാനിയാണെന്റെ ദൈവം, നീ തന്നതാണെന്റെ പ്രാണൻ, നീ തന്നെയാണെന്റെ തോഴൻ. സ്തോത്രമോരായിരം സ്തോത്രം. നാഥാനിയാണെന്റെ ദൈവം, നീ തന്നതാണെന്റെ പ്രാണൻ, നീ തന്നെയാണെന്റെ തോഴൻ. സ്തോത്രമോരായിരം സ്തോത്രം. ഏതോ നിമിഷത്തിൽ ഞാനാ സ്നേഹത്തെ ഓർത്തു കരഞ്ഞു, ചാരത്തണയാൻ കൊതിച്ചു, ഓരത്തു നീ വന്നു നിന്നു. ഏതോ നിമിഷത്തിൽ ഞാനാ സ്നേഹത്തെ ഓർത്തു കരഞ്ഞു, ചാരത്തണയാൻ കൊതിച്ചു, ഓരത്തു നീ വന്നു നിന്നു. നാഥാനിയാണെന്റെ ദൈവം, നീ തന്നതാണെന്റെ പ്രാണൻ, നീ തന്നെയാണെന്റെ തോഴൻ. സ്തോത്രമോരായിരം സ്തോത്രം. ജീവന്റെ സ്വർഗീയധാര പെയ്തെന്നിൽ തേന്മഴയായി, ഉള്ളം നിറഞ്ഞു തുളുമ്പി, എല്ലാം മറന്നു ഞാൻ പാടി. ജീവന്റെ സ്വർഗീയധാര പെയ്തെന്നിൽ തേന്മഴയായി, ഉള്ളം നിറഞ്ഞു തുളുമ്പി, എല്ലാം മറന്നു ഞാൻ പാടി. നാഥാനിയാണെന്റെ ദൈവം, നീ തന്നതാണെന്റെ പ്രാണൻ, നീ തന്നെയാണെന്റെ തോഴൻ. സ്തോത്രമോരായിരം സ്തോത്രം. എല്ലാം എനിക്കു നീ തന്നു, തന്നതിലൊന്നും നിനക്കാ, ഇന്നു തരുന്നു ഞാൻ എന്നെ, അല്ലാതെ എന്തുണ്ടു നൽകാം. എല്ലാം എനിക്കു നീ തന്നു, തന്നതിലൊന്നും നിനക്കാ, ഇന്നു തരുന്നു ഞാൻ എന്നെ, അല്ലാതെ എന്തുണ്ടു നൽകാം. നാഥാനിയാണെന്റെ ദൈവം, നീ തന്നതാണെന്റെ പ്രാണൻ, നീ തന്നെയാണെന്റെ തോഴൻ. സ്തോത്രമോരായിരം സ്തോത്രം. നാഥാനിയാണെന്റെ ദൈവം, നീ തന്നതാണെന്റെ പ്രാണൻ, നീ തന്നെയാണെന്റെ തോഴൻ. സ്തോത്രമോരായിരം സ്തോത്രം. Thank you, Binny Chechi, for that melodious song. Next, we'll have an Old Testament reading by Jenny Varghese. Psalms 90. Lord, you have been our dwelling place in all generation. Before the mountains were brought forth, or ever you had formed the earth and the world, for from everlasting to everlasting you are God. You return man to dust and say, Return, O children of man. For 1,000 years is yours in your sight are but as yesterday when it is past.
or as a watch in the night. You sweep them away as with a flood. They are like a dream, like grass that is renewed in the morning. In the morning it flourishes and is renewed. In the evening it fades and withers. For we are brought to an end by we are brought to an end by your anger. By your wrath we are dismayed. You have set our iniquities before you, our secret sin in the light of your presence. For all our days pass away under your wrath. We bring our years to an end like a sigh. The years of our lives are 70, or even by reason of strength 80. But their span is but toil and trouble. They are soon gone, and we fly away. Who considers the power of your anger and your wrath according to the fear of you? So teach us to number our days, that we may get a heart of wisdom. Return, O Lord, how long? Have pity on your servants. Satisfy us in the morning with your steadfast love, that we may rejoice and be glad all our days. Make us glad for as many days as you have afflicted us, for as many years as we have seen evil. Let your work be shown to your servants, and your glorious powers to their children. Let the favor of the Lord our God be upon us, and establish the work of our hands upon us. Yes, establish the work of our hands. Amen. Barak Mo. Thank you, Jenny. Next, we'll have another devotional song by Gina Binu. എന്നീശുവല്ലാതില്ലേനിക്കൊരാശ്രയം ഭൂവിൽ നിന്മാർവിലല്ലാതില്ലേനിക്കു വിശ്രാമം വേറെ ഈ പാരിലും പരത്തിലും നിസ്തുല പ്രിയൻ എൻ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നീശു മാത്രം മതിയെനിക്കേതു നിരത്തും എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രമെൻ വൈദ്യൻ മറ്റാരെയും ഞാൻ കാണുന്നില്ലൻ രോഗശാന്തിക്കായി നിൻ മാർവിടം എന്നാശ്രയം എന്നീശു കർത്താവേ എൻ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നീശു മാത്രം മതിയെനിക്കേതു നിരത്തും വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഖിയായി ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും എൻ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നീശു മാത്രം മതിയെനിക്കേതു നിരത്തും
Thank you. Thank you, Gina, for that beautiful song. We'll have another New Testament reading by Asha Anup. ഇന്നത്തെ വേദവാക്യമായി മത്തായി 13-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 13:18 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ വിതക്കാരന്റെ ഉപമ കേട്ടുകൊള്ളുവേൻ. ഒരുവൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞതാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികിൽ വിതയ്ക്കപ്പെട്ടത്. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുവൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു. എങ്കിലും വേരില്ലാതിരിക്കുകയാൽ അവൻ ശരികനത്രേ. വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുവൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമായി തീരുന്നതാകുന്നു. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുവൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിന് സാദൃശ്യമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണാനായി വന്നു. അപ്പോൾ വിട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്നു, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടുന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിന് അവൻ, ഇല്ല, പക്ഷെ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതു പോകും. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് അവൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും കോതമ്പ് തന്റെ കളപ്പുരയിൽ കൂട്ടിവെക്കുവാനും കൽപ്പിക്കുമെന്ന് പറഞ്ഞു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാണ്. Thank you, Asha. Next, we'll have a message given to us by Mrs. Lali Vadike. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ബഹുമാനപ്പെട്ട അച്ഛ, മൈ ഡിയർ സിസ്റ്റേഴ്സ്, ഞാൻ എൻ്റെ പാറയും എൻ്റെ വീട് പാടുമായി ഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. ഞാനിന്ന് നിങ്ങളുമായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം വിശുദ്ധ കന്യാമറിയാമിന്റെ പാട്ടിനെ കുറിച്ചാണ്. അതിന്റെ പേര് മാഗ്നിഫിക്കറ്റ് എന്നാണ്. ഇത് നമ്മൾ കാണുന്നത് വിശുദ്ധ ലൂക്കോസിൽ മാത്രമാണ്. വിശുദ്ധ ലൂക്കോസ് 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള വാക്യങ്ങളിലാണ് വിശുദ്ധ കന്യാമറിയാമിന്റെ പാട്ട്. പലരും ചിന്തിക്കും കന്യാമറിയാമിന്റെ പാട്ടെന്ന് പറയുമ്പോൾ കന്യാമറിയാമിന്റെ പ്രാർത്ഥനയാണ്. അറിയാവുന്നവരുണ്ട്, എല്ലാവരും ഒന്നുമില്ല ഞാൻ പറഞ്ഞത്. എനിവേ, ഞാൻ ആ ഭാഗം നിങ്ങളോട് ഒപ്പം ഒന്ന് വായിക്കുകയാണ്. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു, സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. ഈ പാട്ടിനെ ഞാൻ 6 ഭാഗങ്ങളായിട്ട് തിരിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എൽശിബായുടെ ഭവനത്തിൽ വിശുദ്ധ കന്യാമറിയാം തന്റെ ഉള്ളിൽ ഉരുവായ ശിശുവിനെ വഹിച്ചുകൊണ്ട് പ്രവേശിക്കുന്നു. ദൈവം തന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന സാക്ഷ്യം എൽശിബ അറിയിച്ചപ്പോൾ പാടിയതായ ഗീതം അത്രേ മറിയാമിന്റെ പാട്ട്.
ഈ ഗാനത്തിന്റെ ലത്തീൻ ഭാഷയിലെ ആദ്യത്തെ പദമായ മാഗ്നിഫിക്കറ്റ് എന്ന പേരാണ് ഈ ഗാനത്തിന് നൽകിയിരിക്കുന്നത്. സുവിശേഷ ദൗത്യത്തിൽ കൂടെ ലോകമെമ്പാടും ഉണ്ടാകേണ്ടതായ വ്യതിയാനം പരിശുദ്ധാത്മാവ് പ്രേരണയാൽ കന്യാമറിയാം വഴിയായി അവതരിക്കപ്പെടുകയാണ്. മിശിഹായുടെ മാതാവാകുവാൻ ഒരു സാധു സ്ത്രീയെ തിരഞ്ഞെടുക്കുന്നതിന് ദൈവം തിരുമനസ്സായതിനെ ഒരു പ്രധാന വിഷയമായി പ്രതിപാദിക്കുന്നു. സ്വർഗം ഭൂമിക്ക് നൽകിയ സ്നേഹസ്പർശമാണ് മാതാവിന്റെ ഉദരം വഹിച്ചിരുന്നത്. മനുഷ്യവർഗത്തെ വിലയുള്ളതാക്കി തീർക്കുന്നത് ഈ സ്നേഹസ്പർശമാണ്. കണ്ടാലും ഇന്നു മുതൽ സകല വംശങ്ങളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്ന് മറിയാം പാടിയത് വിലമതിക്കുവാൻ കഴിയാത്ത മൂല്യബോധത്തിന്റെ അവകാശിയായി നിന്നുകൊണ്ടാണ്. ഒന്നാമത്തെ ഭാഗം ധന്യമായ സ്തുതിഗീതം. ശമൂവേലിന്റെ മാതാവായ ഹന്നായുടെ ഗീതത്തിന്റെ രീതിയിൽ രചിക്കപ്പെട്ട ഈ ഗാനം 1 ശമൂവേൽ 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ ഗാനം കാണുന്നത്. ദൈവത്തിനെ സന്തോഷത്തോടെ അർപ്പിക്കുന്ന സ്തുതിയാണ്. എപ്പിസ്കോപ്പൽ സഭകളുടെ ആരാധനാക്രമങ്ങളിൽ ഈ സ്തുതിഗീതത്തിന് വളരെ പ്രാധാന്യത നൽകി ഉപയോഗിച്ചു വരുന്നു. വിശുദ്ധനും ദയാലുവുമായ ദൈവത്തിന്റെ മഹത്വം പോഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്തുതിഗീതത്തിന്റെ ആരംഭത്തിൽ തന്നെ വിനയം പ്രകടമാണ്. മറിയാം തന്നെ പറ്റി അധികമൊന്നും പറയാതെ എല്ലാ തലമുറകളുടെയും നന്മയ്ക്കായി തന്നെ തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുന്നതേ ഉള്ളൂ. എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന മട്ടിൽ സംഭവിക്കാനുള്ളവയിൽ തനിക്കുള്ള വിശ്വാസം മറിയാം പ്രഖ്യാപിക്കുകയാണ്. 2, അടിസ്ഥാന മൂല്യങ്ങളുടെ മാനദണ്ഡം. മിശിഹായുടെ നാളുകൾ സംജാതമാകുമ്പോൾ മൂല്യവ്യവസ്ഥകൾ കീഴ്മേൽ മറിയുന്ന അനുഭവം ലോകം ദർശിക്കുവാൻ പോകുന്നു. മിശിഹ ഉറപ്പുവരുത്തുന്ന രക്ഷയിൽ അഹങ്കാരികളെയും ശക്തരെയും ധനികരെയും അവിടുന്ന് ന്യായം വിധിക്കുന്നതോടൊപ്പം അവിടുത്തെ ദാസന്മാർക്ക്, സമൂഹത്തിന്റെ ഏറ്റവും താഴത്തെ തട്ടിൽപ്പെട്ടവർക്ക്, വിശക്കുന്നവർക്ക് നൽകുന്ന പരിരക്ഷണം പ്രകടമാകുവാൻ പോവുകയാണ്. മറിയാമിന്റെ പാട്ട് സുവിശേഷകരിൽ വിശുദ്ധ ലൂക്കോസ് മാത്രം ചിത്രീകരിച്ചിരിക്കുന്നു. ലൗകിക കാര്യങ്ങളിൽ അമിതമായി വിശ്വാസം അർപ്പിക്കുന്നത് മൂലം ഹൃദയം ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു. മശിഹ ദാരിദ്ര്യത്തിൽ ജനിച്ചു. പാവപ്പെട്ട ആട്ടിടയന്മാരാൽ ആദ്യം ആരാധിക്കപ്പെട്ടു. ദാരിദ്ര്യം അനുഭവിക്കുന്നവരും വിശക്കുന്നവരും ആണ് ഭാഗ്യവാന്മാർ എന്ന് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ പറയുന്നു. ധനികനായ വിഡ്ഢിയുടെയും ധനവാന്റെയും ലാസറിന്റെയും കഥകൾ വിശുദ്ധ ലൂക്കോസിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ധനം തനിക്കായി നീക്കിവെച്ചിട്ട് ദൈവിക കാര്യങ്ങൾക്കായി സമൃദ്ധിയായി നൽകാതെ ഇരിക്കുന്നതിന്റെ അപകടത്തെ തുറന്നു കാണിക്കുവാനാണ്. സമ്പത്ത് ഉപയോഗിക്കപ്പെട്ടേ മതിയാകൂ. ശാശ്വത ധനം സമ്പാദിക്കുന്നതിനുള്ള മാർഗമായി മാത്രം സമ്പത്തിനെ കണക്കാക്കേണ്ടതാണ്. 3, താണവരിലേക്ക് എത്തിച്ചേരുന്ന കൃപാവരം. മശിഹ നൽകുന്ന രക്ഷ ഏറ്റവും നിർധനരിലേക്കും താണവരിലേക്കും പാടെ നഷ്ടപ്പെട്ടവരിലേക്കും ചെന്നെത്തേണ്ടതാണ്. കാണാതെ പോയ മകൻ, പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരൻ, അനുതപിച്ച കള്ളൻ, നിർണായക ഘട്ടത്തിൽ തല്ലിപ്പളഞ്ഞ ശിഷ്യൻ തുടങ്ങിയവർ രക്ഷാചരിത്രത്തിന്റെ ഭാഗമായി തീരുന്നു. തന്നെ ബഹിഷ്കരിച്ച ശമരിയക്കാരിയുടെ ഗ്രാമത്തെ ശപിക്കാതെ യഹൂദന്മാരുടെ സങ്കുചിത താല്പര്യങ്ങളുടെ വേലിക്കെട്ട് പൊളിച്ച് ക്രിസ്തുവിന്റെ സ്നേഹം ശമരിയക്കാരിലേക്കും നല്ല ശമരിയക്കാരനിലും ചെന്നെത്തുന്നു. 4, പുതിയ മാനവികതയിൽ സ്ത്രീയുടെ പങ്കാളിത്തം. എലിശബ തന്റെ ഭവനത്തിൽ മറിയാമിനെ 3 മാസം ചേർത്ത് താമസിപ്പിക്കുന്നു. വീട്ടിൽ വരുന്നയാൾ ശത്രുവാണെങ്കിലും ആതിഥ്യ മര്യാദ കാണിക്കുവാൻ ഭാരത സംസ്കാരം പ്രത്യേക ഊന്നൽ കൊടുക്കുന്നുണ്ട്. അതിഥി ദേവോ ഭവ, അതിഥി ദേവനായി ഭവിക്കട്ടെ എന്നുള്ള ആശംസയും അതേ അർത്ഥം തന്നെയാണ് വിളിച്ചു പറയിക്കുന്നത്. പുരുഷന്മാരെക്കാൾ പലപ്പോഴും മറ്റുള്ളവർക്ക് അഭയമായി മാറുന്നത് സ്ത്രീകളാണ്. മറ്റുള്ളവർക്ക് ആശ്രയമായി മാറുമ്പോൾ അമ്മയുടെ സ്ഥാനത്തും, ക്ഷമയോടെ കാത്തു നിൽക്കേണ്ടതായി വരുമ്പോൾ ഒരു സഹോദരിയുടെ സ്ഥാനത്തും, എല്ലാം മനസ്സിലാക്കി സ്വയം പൊറുക്കുന്ന അനുഭവത്തിൽ ഭാര്യയുടെ സ്ഥാനത്തും, പ്രാർത്ഥനയോടെ കൂടി കൈകൂപ്പി നിൽക്കുമ്പോൾ ഒരു സന്യാസിനിയുടെ സ്ഥാനത്തും ഒരു സ്ത്രീയെ സമൂഹം ആദരിക്കുന്നു. എന്നാൽ ആധുനിക സീരിയലുകളും സിനിമകളും ജനഹൃദയങ്ങളിൽ എത്തിക്കുന്ന സന്ദേശം
നിഷ്കളങ്കതയുടെ ഫലം എന്നും ദുഃഖവും നഷ്ടവുമാകയാൽ നിങ്ങൾ നിഷ്കളങ്കരായി ജീവിച്ചുകൂടാ എന്നതാണ്. ഈ പൗരാണിക മതങ്ങളും നിഷ്കളങ്കതയുടെ വിജയവും കളങ്കത്തിന്റെ പരാജയവുമാണ് ചൂണ്ടിക്കാണിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. 5. മഹത്വമേറിയ ഇടിമുഴക്കങ്ങൾ. മറിയാമിന്റെ യാത്രാമധ്യേയുള്ള ധ്യാന ചിന്തകളാണ് മഹത്വഗാനമായി രചിക്കപ്പെട്ടത്. മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം വിവിധ തലമുറകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ആദിയായ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തങ്ങളെ ദൈവം നിറവേറ്റുന്നവനാണ്. ഒരുവനിലുള്ള ദൈവവിശ്വാസത്തിന്റെ മാനദണ്ഡം തന്നെ ദൈവം തന്റെ വാഗ്ദത്തങ്ങളെ തികയ്ക്കുന്നവനാണ് എന്ന ഉത്തമ ബോധ്യമത്രേ. മറിയാമിന്റെ ഉദരത്തിൽ ആരംഭിച്ച പുതിയ നിയമ കാലഘട്ടത്തിലെ ഉല്ലാസങ്ങളുടെ ചുരുക്കം മറിയാമിന്റെ പാട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ദൈവത്തിന്റെ കരുണ, മനുഷ്യരോടുള്ള കരുതൽ, വിനയത്തിന്റെ ഇടങ്ങളിൽ ഉണ്ടാകുന്ന കൃപാവരങ്ങൾ, താഴ്മയുടെ ഉയർച്ചയോടൊപ്പം അഹങ്കരിക്കുന്നവരുടെ തോൽവി, പട്ടിണിക്കാരുടെ സംതൃപ്തി, ധനവാന്മാരുടെ ഒടുങ്ങാത്ത വിശപ്പ് എന്നിവ അതിൽ കാണുവാൻ കഴിയുന്നു. സാർത്ഥന്മാരെയ സമ്പന്നന്മാരെയും ശക്തന്മാരാണെന്ന് കരുതുന്ന അഹംഭാവികളെയും മറിച്ചിടുന്ന ഒരു വ്യതിയാനം ഈ ഗാനത്തിൽ അടങ്ങിയിട്ടുണ്ട്. സ്വന്തം നേട്ടത്തിലും സ്വയത്തിലും അധീനരാകാതെ ദൈവത്തിന്റെ ശക്തിയിലും കരുണയിലും ആശ്രയിക്കുവാനുള്ള ഉത്ബോധനം നൽകപ്പെടുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഹൃദയം ദൈവത്തിന്റെ ദാനങ്ങളിലും സംരക്ഷണങ്ങളിലും സന്തോഷിക്കുന്നതോടൊപ്പം നീതിയുടെ പടികളിലൂടെ സ്വർഗം സ്പർശിക്കുകയാണ്. പട്ടിണിക്കാർക്കും വിശന്നിരിക്കുന്നവർക്കും സാമൂഹ്യ നീതി നടപ്പാക്കുന്ന നിയോഗങ്ങൾ മഹത്വഗാനത്തിന്റെ പ്രതിപാദ്യ വിഷയങ്ങളാണ്. തന്റെ ധ്യാന ചിന്തകളെയും അതിനോട് ബന്ധപ്പെട്ട ജീവിത സാഹചര്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ അത് ജീവിതത്തിന്റെ മഹത്വഗാനമായി തന്നെ രൂപപ്പെടുകയാണ്. ഞാനൊരു ചെറിയ വിവരണം നിങ്ങളോട് പറയുകയാണ്. താമരപ്പൂക്കൾ വിരിയാത്ത കാലം. തടാകത്തിൽ ഒരു താമരപ്പൂ വിരിഞ്ഞു നിൽക്കുന്നു. സുദാസ് എന്ന പയ്യൻ കടവിലിറങ്ങി ആ പൂ പറിച്ചു. ഇത് വിറ്റ് ഒരു നാണയമെങ്കിലും കിട്ടിയാൽ അത്രയും ആയല്ലോ. ചെരുപ്പ് കുത്തിയായ സുദാസിന്റെ കുടിലിൽ തീ പുകഞ്ഞിട്ട് നാളുകളായി. അതുവഴി വന്ന ധനികൻ സുദാസിനോട് പറഞ്ഞു, ആ പൂ തരിക, ഞാൻ 10 പണം തരാം. പുറകെ വന്ന സേനാനായകൻ പറഞ്ഞു, ഞാൻ 20 പൊൻപണം തരാം. താൻ സ്വപ്നം കാണുകയാണെന്ന് സുദാസിന് തോന്നി. അപ്പോഴതാ രാജരഥത്തിലെത്തിയ രാജാവ് പറയുന്നു, എത്ര പൊൻപണം വേണമെങ്കിലും ഞാൻ തരാം. നഗരത്തിൽ ബുദ്ധൻ എഴുന്നള്ളിയിരിക്കുന്നു, ആ പാദത്തിൽ അർപ്പിക്കാനാണ്. ഞാനിത് വിൽക്കില്ല, ഞാൻ തന്നെ ആ പാദങ്ങളിൽ ഇത് സമർപ്പിക്കും. സുദാസ് താമരപ്പൂവുമായി ഓടി. അയാൾ അത് ശ്രീബുദ്ധന്റെ പാദങ്ങളിൽ അർപ്പിച്ചപ്പോൾ ത്രികാലജ്ഞാനിയായ ബുദ്ധൻ വാത്സല്യപൂർവ്വം ആരാഞ്ഞു, സുദാസേ, നീ ഈ പുഷ്പം രാജാവിന് വിറ്റിരുന്നെങ്കിൽ നിന്റെ വരും തലമുറകളുടെ വരെ ജീവിതം സമർത്ഥമാകുമായിരുന്നില്ലേ? നിർമ്മഴികളോടെ സുദാസ് പറഞ്ഞു, പറിച്ചെടുത്തപ്പോൾ ഇതൊരു താമരപ്പൂ മാത്രമായിരുന്നു. അവിടുത്തെ തൃപ്പാദം മനസ്സിലുദിച്ചതോടെ ഈ പുഷ്പം എന്റെ ഹൃദയമായി മാറി. ഞാൻ ഇത് ഇവിടെയല്ലാതെ എവിടെ അർപ്പിക്കും? ശ്രീബുദ്ധന്റെ മറുപടി, സുദാസ്, നീ തന്നെ ജ്ഞാനി, അനശ്വര മഹത്വം തിരിച്ചറിഞ്ഞ നീ തന്നെ ധനികൻ. 6. ആധ്യാത്മികത. ലോകത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി ഒരു വ്യക്തി ജനിക്കുകയും വളർന്നു വരികയും ചെയ്ത സംസ്കാരത്തിലെ മൂല്യങ്ങളെ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം ഇതര സംസ്കാരത്തിൽ നിന്നോ മതവിഭാഗത്തിൽ നിന്നോ വന്നിട്ടുള്ളവരാണെങ്കിൽ പോലും അവരെ ബഹുമാനിച്ചാദരിക്കുകയാണുള്ളത് അതിശ്രേഷ്ഠമായ ഒരു ആത്മീയ കല തന്നെയാണ്. വിശുദ്ധി നിറഞ്ഞ വചന ശുശ്രൂഷ നിവർത്തിച്ച് കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരെ പരിഹസിക്കുകയും അപഹാസപാത്രമാക്കുകയും ചെയ്യുന്നത് പൈശാചികമാണെന്ന് പലപ്പോഴും കരുതുന്നില്ല. A man of God is beyond all boundaries of religion and culture. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1985 ഭാരതം സന്ദർശിച്ചപ്പോൾ കേരളത്തിലെ ഇതര ക്രൈസ്തവ മേൽധ്യക്ഷന്മാർ ആദരവോടുകൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു. The saints of India cordially welcome Parama Pujya Pope John Paul II to India
the land of Vedas and spiritual wisdom. Indian mysticism and spirituality belong to the whole world. We invite the Pope to join us in making this world a place of love and harmony. എന്നീ വാക്കുകളിൽ ഒരു പ്രധാന മേലധ്യക്ഷൻ പോപ്പിനെ സ്വാഗതം ചെയ്തു. ഭാരതത്തിന്റെ ദൈവവിശ്വാസവും ആത്മീയതയും ലോകത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ലോകം മെനയുകയാണ് ജാതിമത ഭേദമന്യേ ഓരോ മതവിശ്വാസിയുടെയും അവകാശമാണ്. ഈ ചിന്തകൾ നിങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു for giving me this opportunity. Thank you, Lali Aunty, for that very enlightening message. Next, we will close by, we'll have a closing prayer and benediction by Reverend Father Joshua George. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള തിരുനാമത്തെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രന്റെ സ്ലീബായ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള കൂടിഭവനങ്ങളെ ക്ഷമിക്കണമേ. ദൈവമായ കർത്താവേ, നേരമൊക്കെ എല്ലാ സമയത്തിലും ദൈവത്വത്തിൻ ചിറം കിഴി ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമീൻ. The love of God the Father, the grace of the only begotten Son, the fellowship and the indwelling of the Holy Spirit be with all of us now and always, forever and ever. Amen. Thank you, everyone. Good night.